നമസ്കാരം. കൊല്ലം ജില്ലയിൽ കഴുതുരുട്ടിക്കും തെന്മലയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഒരു റെയിൽവേ പാലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതുയർത്തിയ പാലമായിരുന്നു. ഇതിൻ്റെ പേര് 13 കണ്ണ് പാലം എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഈ പാലത്തിലൂടെ ആദ്യം കടന്നു പോയിക്കൊണ്ടിരുന്നത് മീറ്റർ ഗേജ് ട്രെയിനായിരുന്നു. പിന്നീട് ഏതാണ്ട് ഈ 5 വർഷം മുന്നേ, കൊറോണയ്ക്കൊക്കെ മുമ്പായിട്ട് ഇത് റോഡ് ഗേജ് ആക്കാനായിട്ട് പാലം ഗവൺമെൻറ് പുതുക്കി പണിയുകയായിരുന്നു. പഴയ പാലത്തെ നിലനിർത്തിക്കൊണ്ട് പുതുക്കി പണിതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ 13 കണ്ണുള്ള പാലം. പാലത്തിൻ്റെ മുകളിലേക്ക് കടന്നു കയറാനായിട്ട് സ്റ്റെപ്പ് പണിതിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്റ്റെപ്പിന് ഒരു ചെറിയ ഗേറ്റ് വെച്ച് അടച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കടന്നു പോകുന്ന വിനോദസഞ്ചാരികൾ നിർബന്ധമായും ഇവിടെ വാഹനം നിർത്തി ഈ പാലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. ഈ പാലത്തിനോട് ചേർന്ന് കടന്നു പോകുന്ന റോഡ് സംസ്ഥാന ദേശീയപാതയാണ്. സംസ്ഥാനങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ദേശീയപാത റോഡാണ്. ഈ പാലത്തിലൂടെ കുറച്ച് മുന്നേ ഒരു ട്രെയിൻ കടന്നു പോയിരുന്നു. ഗുരുവായൂർ നിന്ന് മധുരയ്ക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് കടന്നു പോയിരുന്നു. പക്ഷെ നമുക്കത് വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ കിട്ടിയില്ല. ഇനിയുള്ള പാസഞ്ചറാണ്, അറിയാൻ പറ്റിയല്ല. പുതുക്കി പണിയുന്നതിന് മുമ്പുണ്ടായിരുന്ന പഴയ പാലം, എനിക്ക് തോന്നുന്നു അതിൻ്റെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലം, ഇതിൻ്റെ വർക്ക് ഇതിലും ഇച്ചിരി കൂടെ ഭംഗിയുണ്ടായിരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാലത്തിൻ്റെ അടിയിൽ ഒരു ദേശീയപാത റോഡ്, അതിനോട് ചേർന്ന് തന്നെ തെന്മല ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു നദിയും കാണാം. ഈ നദി നേരെ ഒഴുകിയെത്തുന്നത് തെന്മല ഡാമിൽ ചെന്ന് ആണ്. അവിടെ നിന്ന് പിന്നെ കൊല്ലം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയുണ്ടല്ലോ, കല്ലടയാറോ അത് മറ്റാണെന്ന് തോന്നുന്നു. ഈ പാലം പുതുക്കി പണിത കാലയളവിൽ ധാരാളം വിനോദസഞ്ചാരികൾ ആ സ്റ്റെപ്പിലൂടെ, ഇതിനോട് ചേർന്നിരിക്കുന്ന സ്റ്റെപ്പിലൂടെ കയറി ട്രാക്കിൻ്റെ മുകളിലൊക്കെ പോയിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം വിനോദസഞ്ചാരികളുടെ ഉപദ്രവവും അല്ലെങ്കിൽ ഡിസ്റ്റർബൻസൊക്കെ കാരണം അവർ റെയിൽവേ ഗേറ്റ് കൊണ്ട് അടച്ചതായിരിക്കാം. സത്യാവസ്ഥ നമുക്കറിയില്ല. കാരണം ഇതൊരു അപകടം പിടിച്ച, നല്ല ഉയരത്തിലാണ് പാലം നിൽക്കുന്നത്. നല്ല ഒരു അപകടം പിടിച്ച പാലമാണ്. പാലത്തിൽ കയറി ഫോട്ടോ എടുത്ത് കഴിയുമ്പം എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാലും ഇവിടുത്തെ കാലമല്ലേ, ലൈക്ക് കിട്ടാനും ഷെയർ കിട്ടാനും ഒക്കെ ആയിട്ട് എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിക്കാലാത്ത ചില കൂട്ടരുണ്ട്. എല്ലാവരും മറ്റല്ലോ കേട്ടോ. ചിലപ്പോൾ അങ്ങനെ വല്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയാൻ മേല. എന്തായാലും പൊതുജനങ്ങൾക്ക് കയറാനുള്ള ആ സ്റ്റെപ്പ് വഴി അവർ, ഈ പാലത്തിൻ്റെ വടക്കേറ്റത്താണ് സ്റ്റെപ്പ് വഴി. ആ സ്റ്റെപ്പ് ഇപ്പോൾ ഗേറ്റ് കൊണ്ട് അടച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒപ്പം തന്നെ അതിനോട് ചേർന്ന് ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. അതിക്രമിച്ച് കയറരുത്, ശിക്ഷാർഹമാണ് എന്ന് ഒരു ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. അടിയിൽ ഈ ഭാഗത്ത് ഒരു തേനീച്ചക്കൂട് കാണാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ എന്നെനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ പഴയ കൂട് ആരാണ്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി ഒരു വലിയ കൂട് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ചെറിയ കൂടുകളും രൂപപ്പെട്ടിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് വേണ്ടി നടപ്പാത ഉണ്ടാക്കി തുറന്നു കൊടുത്ത റെയിൽവേ പിന്നീട് എന്തുകൊണ്ട് അത് അടച്ചെന്ന് നമുക്കറിയില്ല. അത് ഈ നാട്ടുകാരോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ ചാറ്റ മഴയാണ്. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും വെയിലിനൊപ്പം തന്നെ മഴയും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരം അന്വേഷണങ്ങൾക്കൊന്നും ഞാൻ മുതിരുന്നില്ല. എന്തായാലും ഈ പാലത്തിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ച നമ്മളൊക്കെ അവിടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ പാലത്തിലൂടെ ട്രെയിൻ പോകുന്ന കാഴ്ച ഭയങ്കര രസമാണ് കാണാൻ. കാരണം പാലം ഞാൻ നിൽക്കുന്ന തറയിൽ, അതായത് ഈ റോഡിൽ നിന്നും ഏതാണ്ട് ഒരു 200 അടി ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുകളിലൂടെ ഒരു ട്രെയിൻ കടന്നു പോവുക എന്ന് പറയുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. ഇതിൽ നിന്നും ഞാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഭാഗത്തുകൂടി പുറകോട്ട് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറുകയാണെങ്കിൽ പാലരുവി എന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. സംസ്ഥാന അതിർത്തിയായ ആര്യങ്കാവിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്.
എന്തായാലും 13 കണ്ണ് പാലത്തിൻ്റെ വീഡിയോ തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാനലിൽ വലിയ വണ്ടിയാണ്. ഈ ചാനലിൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.